നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം. ഗോളാന്തര വാർത്തകൾ ചുരുക്കത്തിൽ. 41 വർഷങ്ങൾക്ക് ശേഷം ഒരു ഭാരതീയൻ വീണ്ടും ബഹിരാകാശത്തേക്ക് പോവുകയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ യാത്ര ഇന്ന് നടക്കും. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആക്സിയം 4 ദൗത്യത്തിന്റെ വിക്ഷേപണം ഇന്ത്യൻ സമയം ഇന്ന് ഉച്ചയ്ക്ക് 12:01 നടക്കുമെന്ന് നാസ അറിയിച്ചു. പാകിസ്ഥാനിലെ പഞ്ചാബ് ജില്ലയിൽ ജെയ്ഷെ മുഹമ്മദിന്റെ ഉന്നത കമാൻഡറെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അബ്ദുൾ അസീസ് SR ഇന്ത്യ വിരുദ്ധ പ്രസംഗങ്ങൾ നടത്തുന്നതിൽ പ്രശസ്തനായിരുന്നു. പുലർച്ചെ ഇയാളുടെ സഹായിയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. രാജ്യവ്യാപകമായി നടന്ന ഫെറ്റേ ഡി ലാ മ്യൂസിക് ആഘോഷത്തിനിടെ ഉത്സവത്തിനെത്തിയവരെ സിറിഞ്ചുകൾ ഉപയോഗിച്ച് കുത്തിയ കേസിൽ ഫ്രാൻസിൽ 12 പേരെ അറസ്റ്റ് ചെയ്തതായി രാജ്യത്തെ ആഭ്യന്തര മന്ത്രാലയം ഞായറാഴ്ച സ്ഥിരീകരിച്ചു. മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഏകദേശം 145 പേർക്ക് സിറിഞ്ച് കൊണ്ട് കുത്തിവെച്ചിട്ടുണ്ട്. ഇതിൽ പാരീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട 13 കേസുകളും ഉൾപ്പെടുന്നു. ഇരകൾക്ക് പ്രധാനമായും കയ്യ്, കാല് അല്ലെങ്കിൽ നിതംബം എന്നിവിടങ്ങളിലാണ് കുത്തിവയ്പ് നടത്തിയത്. ഇറാനിൽ ഭരണമാറ്റം ആഗ്രഹിക്കുന്നില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൊവ്വാഴ്ച പറഞ്ഞു. നെതർലൻഡ്സിൽ നടക്കുന്ന നാറ്റോ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി എയർഫോഴ്സ് 1-ൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ഇറാൻ നേതൃത്വത്തെ മാറ്റേണ്ടതുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ട്രംപിനോട് ചോദിച്ചു. ഉണ്ടായിരുന്നു, പക്ഷേ ഇല്ല, എനിക്കത് വേണ്ട, US പ്രസിഡന്റ് പറഞ്ഞു. എല്ലാം എത്രയും വേഗം ശാന്തമാകുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അദ്ദേഹം കൂട്ടിച്ചേർത്തു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും സമാധാന നൊബേൽ പ്രൈസ് സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചതിന് റിപ്പബ്ലിക്കൻ നേതാവ് ബഡ്ഡി കാർട്ടർ അദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്തു. മുമ്പ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിന് പാകിസ്ഥാൻ അദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്തിരുന്നു. ഇറാനുമായുള്ള 12 ദിവസത്തെ യുദ്ധത്തിന് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചരിത്രപരമായ വിജയം പ്രഖ്യാപിച്ചു. ചൊവ്വാഴ്ച ഒരു വീഡിയോ പ്രസ്താവനയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നെതന്യാഹു ഇസ്രായേലിന് മുന്നിലുള്ള 2 പ്രധാന ഭീഷണികൾ വിജയകരമായി ഇല്ലാതാക്കിയെന്ന് പറഞ്ഞു. സാധ്യമായ ആണവ ആക്രമണവും 20,000 ബാലിസ്റ്റിക് മിസൈലുകളുടെ ഭീഷണിയും നമ്മൾ നേരിടുന്ന 2 അടിയന്തര അസ്തിത്വ ഭീഷണികൾ ഞങ്ങൾ നീക്കം ചെയ്തു. ആണവ ഉന്മൂലന ഭീഷണിയും 20,000 ബാലിസ്റ്റിക് മിസൈലുകളാൽ ഉന്മൂലനം ചെയ്യപ്പെടുമെന്ന ഭീഷണിയും നെതന്യാഹു പറഞ്ഞു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇംപീച്ച് ചെയ്യാനുള്ള പുതിയ നീക്കം ചൊവ്വാഴ്ച US പ്രതിനിധി സഭയിൽ പരാജയപ്പെട്ടു. 100-ലധികം ഡെമോക്രാറ്റുകൾ ഉൾപ്പെടെ ഭൂരിപക്ഷം നിയമനിർമ്മാതാക്കളും ഈ ശ്രമത്തെ എതിർത്ത് വോട്ട് ചെയ്തു. ടെക്സസിലെ ഡെമോക്രാറ്റിക് കോൺഗ്രസ് അംഗം അൽ ഗ്രീൻ അവതരിപ്പിച്ച പ്രമേയം 344 നിയമസഭാംഗങ്ങൾ എതിർത്ത് വോട്ട് ചെയ്തപ്പോൾ 79 പേർ മാത്രമാണ് മുന്നോട്ട് പോകുന്നതിനെ പിന്തുണച്ചത്. ബംഗ്ലാദേശിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന പങ്ക് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളുമായുള്ള അവരുടെ പുതിയ റൗണ്ട് കൂടിക്കാഴ്ചകളിലൂടെ തുടരുകയാണ്. ഈ വർഷം ഏപ്രിൽ മുതൽ എല്ലാ പ്രധാന രാഷ്ട്രീയ പാർട്ടികളുമായും ഇടപഴകുന്നതിലൂടെ ബംഗ്ലാദേശിലെ ഒരു മുൻനിര കളിക്കാരനായി ചൈന ഉയർന്നു വന്നിട്ടുണ്ട്. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി BNP പ്രതിനിധി സംഘവുമായി ചൈനീസ് വിദേശകാര്യ ഉപമന്ത്രി സൺ വീഡോങ് ചൊവ്വാഴ്ച കൂടിക്കാഴ്ച നടത്തി. ബംഗ്ലാദേശിൽ സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ ഭാവി സർക്കാരുമായി പ്രവർത്തിക്കാനുള്ള സന്നദ്ധത ചൈന അറിയിച്ചതായും കൂട്ടിച്ചേർത്തു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ ഇറാനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ നിലവിൽ വന്നതോടെ US വ്യോമാക്രമണങ്ങൾ ഇറാന്റെ ആണവശേഷിയെ നശിപ്പിച്ചില്ല, ഏതാനും മാസങ്ങൾ മാത്രം പിന്നോട്ടു പോകാൻ കാരണമായിട്ടേ ഉള്ളൂ എന്ന് US ഇന്റലിജൻസിന്റെ പ്രാഥമിക വിലയിരുത്തൽ പറയുന്നതായി റിപ്പോർട്ട്. ജൂലൈ 14 മുതൽ 27 വരെ അൽ ഡഫ്ര മേഖലയിൽ ലിവിയയിൽ നടക്കുന്ന ലിവ ഡേറ്റ് ഫെസ്റ്റിവലിന്റെ 21ാമത് പതിപ്പിന്റെ ഭാഗമായി അബുദാബി ഹെറിറ്റേജ് അതോറിറ്റി ആർട്ടിസ്ട്രി ഫ്രം ദി പാം ട്രങ്ക് എന്ന പേരിൽ ഒരു പുതിയ സർഗാത്മക മത്സരം പ്രഖ്യാപിച്ചു. പരിസ്ഥിതി അവബോധവുമായി കലാപരമായ ആവിഷ്കാരവും സംയോജിപ്പിച്ച് സുസ്ഥിര മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന കലാപരമായ ഭാഗങ്ങൾ സൃഷ്ടിക്കുന്നതിനായി ഈന്തപ്പന മരങ്ങളുടെ നൂതനമായ പുനരുപയോഗത്തെ മത്സരം പ്രോത്സാഹിപ്പിക്കുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുറയ്ക്കുന്നതിനും പരിസ്ഥിതി സുസ്ഥിര പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കിക്കൊണ്ട് 2025 ജൂലൈ 1 മുതൽ ഒമാനിൽ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകൾക്കുള്ള ദേശീയ നിരോധനത്തിന്റെ 3ാം ഘട്ടം നടപ്പിലാക്കാൻ ഒരുങ്ങുന്നു. പഴം, പച്ചക്കറി കടകൾ, പലചരക്ക് കടകൾ, പാക്കേജിംഗ് യൂണിറ്റുകൾ, മിഠായി ഫാക്ടറികൾ, മധുരപലഹാര കടകൾ, ബേക്കറികൾ, ഗിഫ്റ്റ് ഷോപ്പുകൾ, ബ്രെഡ്, പേസ്ട്രികൾ, മിഠായികൾ എന്നിവ വിൽക്കുന്ന ഔട്ട്ലെറ്റുകൾ ഉൾപ്പെടെയുള്ള ചില്ലറ വിൽപ്പന ഭക്ഷ്യമേഖലകളിലെ അധിക വിഭാഗങ്ങളിലേക്ക് നിരോധനം വ്യാപിപ്പിക്കുമെന്ന് പരിസ്ഥിതി അതോറിറ്റി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, നമസ്തേ തിരുവനന്തപുരം.